എന്നാൽ ഇത് കുറെ കടുത്തുപോയി ചേച്ചി. ചേച്ചി ഇത്ര മനുഷ്യ പറ്റില്ലാത്തവളാണ് ഞാൻ കരുതിയില്ല. ഇതിനേക്കാൾ പേരെ ആ നരേന്ദ്രൻ തമ്പിയായിരുന്നു. ആണെങ്കിൽ അങ്ങോട്ട് തന്നെ ചെല്ല്. ആ അങ്ങോട്ട് തന്നെ പോവും. മക്കളെ വേഗം റെഡിയാവും. പോവാനോ? അല്ലാതെ പിന്നെ നിന്റെ പെങ്ങള് പറഞ്ഞു കേട്ടില്ലേ? എങ്ങോട്ട് പോവാൻ? നരേന്ദ്രന്റെ അടുത്തോട്ട് തന്നെ. കടിച്ച പാമ്പ് തന്നെ വിഷം ഉറ്റിട്ടെ. അയാള് നിങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കും. എന്നാലും ഇത്ര കേൾക്കേണ്ടി വരില്ലല്ലോ. ചേച്ചി നല്ലോണം ആലോചിച്ചിട്ടാണോ? ഇനി ആലോചിക്കാൻ എന്താ ഉള്ളത്? ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഒരാൺ തുണയുണ്ടോ? എന്നാലും നരേന്ദ്രൻ തമ്പിയുടെ അടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞ മുരളി ഞങ്ങളെ അവിടെ ഒന്ന് കൊണ്ടുവിടുവോ? അത് ഞാൻ ഏറ്റു. അമ്മേ എന്താടി? അവിടെ ചെന്ന് അയാളുടെ അവളുടെ കാറും കക്കൂസും ഒക്കെ കഴുകേണ്ടി വരില്ലേ? ആ വേണ്ടി വന്നാ ചെയ്യണം. അവനോന്റെ ആൾക്കാരെ മനസാക്ഷി ഇല്ലാത്തവരാണെങ്കിലേ ശത്രുവിന്റെ അടുത്ത് തന്നെയാ ശരണം. ചേച്ചി ഇന്നൊരു ദിവസം കൂടി ഇവർക്ക് ഇല്ല. പോയി റെഡി ആവടി. ഇറങ്ങി. എന്താ പേടിയാണോ ഇറങ്ങാൻ? ഞാനില്ലേ. ഇറങ്ങ്. ആ കാലൻ എന്താ ചെയ്യാൻ പോണെന്ന് ആർക്കറിയാം? അയാൾ എന്ത് ചെയ്യാനാ? ചേച്ചി ധൈര്യമായിട്ട് ഇറങ്ങ്. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? സുധർമ്മ പട്ടി അന്വേഷിച്ചു വന്നാണോ? പട്ടിയ? ആ പട്ടി. സുധർമ്മ പോയപ്പോ ഇവിടെ ഒരു പട്ടിയെ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്യാനും പിന്നെ ഹെച്ചിൽ പറക്കാനൊക്കെ ആയിട്ട്. അതിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണോന്ന് ചോദിച്ചേ. മിസ്റ്റർ നരേന്ദ്രൻ തമ്പി, ഇവരെന്റെ പെങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി. അതിനുശേഷം പോലീസിന്റെ ശല്യം മാറിയിട്ടില്ല അവിടുന്ന്. ഓഹോ, അങ്ങനെ സംഭവിച്ചോ? ആ, എന്റെ പെങ്ങൾക്കും മക്കൾക്കൂടെ മനസ്സമാനായിട്ട് ജീവിക്കണം. പോലീസ് അടിക്കടി വരുന്നുണ്ടേ എന്റെ പെങ്ങളും കുടുംബവും അവിടുത്തെ അയൽക്കാരുടെ നോട്ടപ്പുള്ളികളായി മാറിയിരിക്കുക. അവിടെ ഏതോ ഭീകരവാദികൾ ഒളിച്ചു താമസിക്കാണെന്ന് അവരുടെ വിചാരം. അറിയോ? അവര് വിചാരിക്കുന്നത് എന്താ തെറ്റ്? സത്യമല്ലേ അത്? രാജ്യത്ത് നിലവിലുള്ള നിയമം ലംഘിച്ച് കൊല്ലാനും കൊല്ലിക്കാനും സ്വത്ത് കൈയടക്കാനും ശ്രമിക്കുന്നവരെ ഭീകരന്മാരെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? എന്തായാലും നരേന്ദ്രൻ തമ്പി ഇവരെ വിടാതെ വേട്ടയാടുകയാണല്ലോ. ഒന്നിനു പുറകെ ഒന്നായിട്ട് കേസുകൾ, അറസ്റ്റ്, റിമാൻഡ്, കോടതി. ഇനിയേ ഇവരുടെ ബാക്കി കാര്യം കൂടി തമ്പി തന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി. അല്ല, താനും ഇവരെ കൈയൊഴിയുകയാണോ? കൈയൊഴിയാൻ ഞാനിവരെ ഏറ്റെടുത്തിട്ടൊന്നുമില്ല. താനാണ് എല്ലാവരും ജാമ്യത്തിലിറക്കുകയും കൊണ്ടുപോയി ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നതെന്നാണ് എന്റെ അറിവ്. എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയേ? മിസ്റ്റർ തമ്പി, നിങ്ങൾ കാരണം ഇപ്പൊ ഇവർക്ക് താമസിക്കാൻ ഒരു വീടില്ല. ബസ് സ്റ്റാൻഡിലോ മാർക്കറ്റിലോ ഒന്നും പോയി കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. പെണ്ണുങ്ങളല്ലേ എല്ലാം. അതുകൊണ്ട് നരേന്ദ്രൻ തമ്പി എന്താന്ന് വെച്ചാൽ ചെയ്യുക. ഞാൻ പോണു. ആ, ഏതായാലും ഇത്രണ്ണം വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. അകത്തേക്ക് കയറിയാലും മഹിളാരത്നങ്ങൾ 3 പേരും.
നടക്ക്. നിൽക്ക്. എങ്ങോട്ടാ കയറി പോകുന്നേ? ലക്ഷണം കണ്ടാ തോന്നുമല്ലോ ഇത് നിങ്ങളുടെ അച്ഛൻ സ്ത്രീധനമായിട്ട് എഴുതി തന്നാണെന്ന്. ഇതിനകത്ത് കാല് കുത്തിക്കഴിഞ്ഞ നരേന്ദ്രൻ തമ്പി പറയുന്നത് ആ വാക്ക്. അതിനു മീതെ വേറൊന്നുമില്ല, മനസ്സിലായോ? പാലപ്പടിക്കിലെ സുധർമ്മയോടാ ചോദിച്ചേ. മനസ്സിലായി. താമസിക്കാനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വലിയ വീട് ഇത്. പക്ഷേ ഇതിനകത്ത് ചെറിയ മനസ്സുകൊണ്ട് ജീവിക്കാൻ ഇത്തിരി പാടാ. അതുകൊണ്ട് കുറച്ചുകൂടി വലുതാവണം. ഈ ശരീരമല്ല, മനസ്സ്. വലുപ്പമൊക്കെ നരേന്ദ്രൻ തന്നെ നിശ്ചയിച്ചാ മതി. ഞാൻ തന്നെ നിശ്ചയിക്കും. ഈ വീടിനകത്ത് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചോണം എല്ലാവരും. സുധർമ്മയ്ക്കും മക്കൾക്കും ഞാൻ ഓരോ ജോലി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ്. അത് ചെയ്യാൻ എന്റെ പട്ടി വരുമെന്നും പറഞ്ഞ സുധർമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ. കുറച്ച് വൈകിട്ടാണെങ്കിലും ഇപ്പോ പട്ടി വന്നിരിക്കണു. ഇനിയിപ്പോ പട്ടിയുടെ ജോലി തുടങ്ങാം. അമ്മോ, ഇവർക്ക് താമസിക്കാനുള്ള മുറി ഏതാന്ന് വെച്ചാല് നീ തന്നെ കൊണ്ടേ കാണിച്ചു കൊടുക്ക. പാലപ്പടിക്കിലേക്ക് നീ കയറി ചെന്നപ്പോ നിനക്ക് സുധർമ്മ എന്ന മുറി ഓർമ്മയുണ്ടല്ലോ. അന്നത്തെ നിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഈ സ്ത്രീയാ. ഇവളെ പോലെയല്ല നീയെന്ന് ഇവൾക്കൊന്ന് മനസ്സിലാക്കി കൊടുത്തേക്ക്. നരേന്ദ്രൻ തന്നെയാ ഞങ്ങൾ ഈ നിലയിലാക്കിയത്, വേറെ ആരുമല്ല. ശിക്ഷിക്കുമ്പോ നരേന്ദ്രന്റെ മനസ്സിലും ആ ഓർമ്മ വേണം, കാലുവാരി നിലത്തിട്ടാ ചവിട്ടുന്നതെന്ന്. നിങ്ങൾ ഈ നിലയിലാക്കിയത് ഞാനല്ല, നിങ്ങളുടെ മകൻ, ആ കാർക്കോടകൻ. ആർക്ക് വേണ്ടിയാ നിങ്ങൾ എന്റെ അടുത്തുകൊണ്ടും നിങ്ങളുടെ വീട് പണയം വെച്ചേ? നിങ്ങളുടെ മകന് വേണ്ടി. ആ പണം എവിടെ പോയി? തീർന്നിട്ടില്ല. അവൻ ഇനിയും നിങ്ങൾക്ക് തരും. അങ്ങോട്ട് കയറി ചെന്നാട്ടെ. മുറിയിൽ ചെന്ന് സ്വല്പം വിശ്രമിച്ച് ക്ഷീണം മാറ്റ്. എന്നിട്ട് മതി വാക്ക്ഫൈറ്റ്. വിളിച്ചോണ്ട് പോ. വാ. നമുക്ക് പോയാലോ അമ്മേ? പിന്നെ വരാം. എന്നാ ഞങ്ങള് പോയിട്ട് വരട്ടെ. ആ ഇപ്പൊ വരൂന്നേ. എന്തിനാ നിന്ന് കാല് കഴിക്കുന്നേ? ഇങ്ങോട്ടിരിക്ക്. കസേരയല്ലേ ഇഷ്ടം പോലെ കിടക്കുന്നേ. ഇരിക്കെ. ആളെയും കൂട്ടി താൻ പാർട്ടി ഓഫീസിലേക്ക് വാ. ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി, ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ. നമസ്കാരം. നമസ്കാരം. നിങ്ങളാണോ ജയശീലിന്റെയും ദേവരാജന്റെയും? അതെ, അവരുടെ അമ്മയാ. ആ, ഇവള് ജയന്റെ ഭാര്യ വിജിത. അങ്ങോട്ടിരിക്കാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് വാ. ഇരിക്കെ.
എന്താ പ്രശ്നം പറയ്. ഒരു ഭംഗിക്ക് വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. എനിക്കറിയാം. ഞങ്ങൾക്ക് അവര് മാത്രമേ ഉള്ളൂ. അവര് ജയിലിൽ കയറുമ്പോ ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രം ഒരു വീട്ടില് പേടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ വയ്യ. അതുമാത്രല്ല, ഞങ്ങളുടെ വീട്ടു ചെലവ് നടക്കണ്ടേ. അവര് ജയിലിൽ പോയി കിടന്നാ അത് നടത്താൻ പോലും ആരുമില്ല. വലിയ കഷ്ടപ്പാടില്ല ഞങ്ങളുടെ ജീവിതം. എന്താ ഒരു പോംവഴി എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. അവർക്കിന്ന് ജാമ്യം കിട്ടുന്ന ആരും സംശയ. അയ്യോ, അങ്ങനെ പറയല്ലേ. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് പുറത്തിറക്കി തരണേ. വേറെ ആരുമില്ല ഞങ്ങൾക്ക്. സംഗതിയൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നിവൃത്തിയില്ല. എന്റെ അളിയനും അളിയന്റെ പെങ്ങളുടെ മോനും ഇപ്പൊ അകത്താ. അറിയില്ലേ? സെയിം കേസ്. അവരെ എങ്ങനെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. നിവൃത്തിയില്ലായിട്ടല്ലേ. എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നിങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. 2 തവണ ഞാൻ അവരെ ഇറക്കി തന്നില്ലേ? അഥവാ ഇനി ഇറക്കിയാലും അയാൾ എന്തെങ്കിലും ഒരു കേസ് കുത്തിപ്പിക്കി അവരെ പിന്നെ അകത്തിടും. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഒരാളെങ്കിലും ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ? ജയേട്ടനെ. അത് മതി. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പഴയ പോലെ ആ വീട് പൂട്ടിയിട്ട് നേരെ നരേന്ദ്രൻ നമ്പിയുടെ വീട്ടിലേക്ക് ചെല്ലുക. അങ്ങോട്ടോ? ആ. എന്നിട്ടെന്താ? അവിടെ തന്നെ അങ്ങ് താമസിക്കണം. ഇനി നരേന്ദ്രന്റെ അടുത്തോട്ട് ചെന്നാ അങ്ങോട്ട് കേറ്റുക പോലും ഇല്ല. നിങ്ങൾ ബലമായിട്ട് അങ്ങ് കയറി താമസിക്കേ. അയാൾ എന്ത് ചെയ്യുന്നു കാണട്ടെ. അടിച്ചിറക്കി വിടുവായിരിക്കും. ഓ, അങ്ങനെയൊന്നും അയാൾ ചെയ്യില്ല. സുധർമ്മ ചേച്ചിയുടെ കാര്യം നിങ്ങൾ അറിഞ്ഞോ? എന്താ? അവര് പിള്ളേരെ വിളിച്ച് നേരെ നരേന്ദ്രൻ തമ്മിയുടെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നു. എന്നിട്ടെന്താ? അവരവിടെ താമസം തുടങ്ങി. ആ, ഒരു കണക്കിന് നിങ്ങൾക്കും അതാണ് സുരക്ഷിതം. നിങ്ങൾ എവിടെ പോയാലും അയാൾ നിങ്ങളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. പുറകെ നടന്ന് ഉപദ്രവിക്കും. അയാളുടെ വീട്ടിലോട്ട് ചെന്ന് കീഴടങ്ങിയാൽ പിന്നെ അയാൾ എന്ത് ചെയ്യും? പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം അയാളുടെ തലയിലായില്ലേ? അടിമകളെ കൊണ്ട് ചെയ്യുന്ന മാതിരി പണിയെടുപ്പിക്കും. ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ പെങ്ങളെ? കുറച്ചൊക്കെ അങ്ങ് ചെയ്തേക്കണം. അയാളുമായിട്ട് ഒത്തുപോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എല്ലാവരും അയാളുടെ കാൽച്ചോട്ട് ചെന്ന് വീണ് കിടക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് തൃപ്തിയാവും. അതേ ഉള്ളൂ ഒരേ ഒരു മാർഗം. ഇതെന്തായാലും വളരെ വിചിത്രമായൊരു കേസായി പോയി. നിങ്ങളുടെ അഭിപ്രായം എന്താണ് മിസ്റ്റർ രാജു അബ്രഹാം? നരേന്ദ്രൻ നമ്പി ജീവിച്ചിരിക്കുന്ന നിലയ്ക്ക് നമുക്ക് ഈ കേസ് വൈൻഡപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലേ? ഡിസിഷൻ സാറിൻ്റെതാണ്. നരേന്ദ്രൻ നമ്പി കൊലക്കേസ് ഇനി ആ അർത്ഥത്തിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പറയൂ, എന്താ നിർത്തി കളഞ്ഞേ? നരേന്ദ്രൻ തമ്പിക്ക് പകരം ആരോ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ദിവസത്തിന് ശേഷം കണ്ണൂർ സ്വദേശിയായ യതി അപ്രത്യക്ഷനായെന്ന് മാത്രമല്ല, കബനി നദിയിൽ നിന്ന് പോലീസിനൊരു അജ്ഞാത ശവം കിട്ടുകയും ചെയ്തു. കേറിയോ? കിട്ടിയപ്പോ അത് അജ്ഞാത ശവമായിരുന്നില്ല, നരേന്ദ്രൻ തമ്പിയുടേതായിരുന്നു. അഥവാ എല്ലാവരും അങ്ങനെ കരുതി. നരേന്ദ്രൻ തമ്പി ജീവനോടെ തിരിച്ചു വന്നപ്പോ വീണ്ടും അത് അജ്ഞാത ശവമായി. ആരും, പോലീസ് ഡിപ്പാർട്ട്മെന്റോ യതിയുടെ ബന്ധുക്കളോ അതിനെപ്പറ്റി ബോധേടല്ല എന്നുള്ളതാണ് നിലവിലുള്ള ട്രാജഡി. അത് യതിയുടെ ബോഡിയാണെന്നിരിക്കട്ടെ. എങ്കിൽ പോലും ആ കേസ് അന്വേഷിക്കേണ്ട നമ്മളല്ല, ലോക്കൽ പോലീസാ. ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ അതിനൊരു തുമ്പും ഉണ്ടാവില്ല സർ. താല്പര്യമുള്ളവർ അതിന്റെ പിന്നിലില്ല. അതാ കാരണം. മിസ്റ്റർ രാജു അബ്രഹാം, നിങ്ങൾക്ക് കേസ് ഫോളോ അപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ? നായെപ്പോലെ പാതി വഴി ഓടിയതില്ലേ സർ. വെറും കൈയോടെ തിരിച്ചു പോകാനൊരു മടി. നിങ്ങളെന്തോ നിഗമനത്തിലെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് പറയൂ. സർ, നരേന്ദ്രന് പകരം ഒരാൾ കൊല്ലപ്പെട്ടു. ആര് കൊന്നു, ആരെ കൊന്നു, അത് യതിയല്ലാതെ മറ്റാരുമല്ല എന്ന് ഏകദേശം ഉറപ്പിക്കാം. പക്ഷേ കൊന്നതാര്? എന്റെ ഒരു ഊഹം, ഒരുപക്ഷെ കൽപ്പനയുടെയും ടീമിന്റെയും സഹായം നരേന്ദ്രന് കിട്ടിയിരിക്കുമെന്നാണ്. കൊലപാതകം സംഭവിച്ചു എന്നിരിക്കട്ടെ, നരേന്ദ്രൻ എന്നൊരു സ്വന്തം ഐഡന്റിറ്റി യതിയുടെ ശവത്തിനുമേൽ കെട്ടിയേൽപ്പിച്ചു. ആത്മരക്ഷാർത്ഥം യതിയെ കൊല്ലേണ്ടി വന്നു എന്ന് വാദിച്ച് നരേന്ദ്രൻ രക്ഷപ്പെടാമായിരുന്നല്ലോ. സർ, അതൊരു പ്ലാൻഡ് മർഡറാണ്. കൊലയാളി സംഘം പിന്നാലെ ഉണ്ടെന്ന് നരേന്ദ്രൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ കൊല്ലാൻ വന്നവരെക്കാൾ മുൻകരുതലെടുത്തു. വിൽപത്രം എഴുതി ബാങ്ക് ലോക്കറിൽ വെച്ചു.
അതിന്റെ താക്കോലും കൂടി ഭാര്യയെ ഏൽപ്പിച്ചിട്ടാണ് അയാൾ ബന്ദിപ്പൂരിന് തിരിച്ചത്. വൈ സേ യു ആർ കറക്റ്റ് മാൻ. പക്ഷേ അയാൾ എന്തുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു? അതെന്താണെന്ന് കണ്ടുപിടിച്ചാൽ എല്ലാം എളുപ്പമായി. സർ, എനിക്ക് ചാർജ് ഏൽപ്പിച്ചു തരണം. പുതിയ കേസ്, പുതിയ ഇൻവെസ്റ്റിഗേഷൻ. ഒരു പുതിയ കേസ് ഫയൽ തന്നെ ഓപ്പൺ ചെയ്യാം. യെസ് സർ. ഓക്കെ മാൻ, എങ്കിൽ അടുത്ത ഗിയറിലേക്ക് കടന്നോളൂ. താങ്ക് യു സർ. ഞങ്ങളിങ്ങി തിരിച്ചു വന്നു. നീ എന്റെ ആങ്ങളെ കൊണ്ട് ഇനിയും ഞങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കി വിട്. അപ്പോ അടി വാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവളോട് കുസ്തി പിടിക്കാൻ നിൽക്കണ്ട, എന്റെ അടുത്തേക്ക് വാ. പൈസ കൊടുക്ക. ഓട്ടോ പോകാൻ വരട്ടെ, ചിലപ്പോ തിരിച്ചൊരു ഓട്ടം കിട്ടിയേക്കും. എന്തുദ്ദേശിച്ച വരവ്? ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. നീ എന്റെ ആൺമക്കളെ പിടിച്ച് ജയിലിലടച്ചാ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ചെലവ് കഴിയണ്ടേ? എന്തെങ്കിലും ഒരു ജോലി ചെയ്യാന്ന് വെച്ചാ അതിനെ നീ സമ്മതിക്കില്ലല്ലോ. അവന്മാർ എന്ത് ജോലി ചെയ്യാനാ? ഇവിടെ നിന്ന് പോയിട്ട് ഒരു ദിവസമെങ്കിലും അവർ എന്തെങ്കിലും പണിയെടുത്തോ? അവരെന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ എത്ര നാളെന്ന് വെച്ചാ ശരിക്കും അടച്ചുറപ്പില്ലാത്ത ആ വീട്ടിൽ കഴിയുന്നേ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. നീ ഞങ്ങളെ കൊല്ലുന്നെങ്കിൽ കൊല്ല്. ചേച്ചിയുടെ വർത്തമാനം കേട്ടാ തോന്നുമല്ലോ ഞാൻ കൊല്ലാൻ വന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പേടിച്ചോടിയതാണെന്ന്. എന്നെ കൊല്ലാൻ പലവട്ടം ശ്രമിച്ച നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തിരുത്താൻ മാത്രമല്ലേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കപ്പോ ജോലി ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ശീലവുമില്ല. ജോലി ചെയ്താൽ അതിനൊരു കൂലി വേണ്ടേ? ഇവിടെ രാപ്പകലില്ലാതെ പണിയെടുത്തിട്ട് അവസാനം കുത്തുവാക്ക് മാത്രം മിച്ചം. എന്റെ മോളെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് ചേച്ചി അവൾക്ക് കൂലി കൊടുത്തായിരുന്നു? കൊടുത്തിട്ടില്ല. പോട്ടെ, സ്നേഹത്തോടെ 2 വാക്ക് പറഞ്ഞായിരുന്നു? അതുമില്ല. നേരാമണ്ണം ഭക്ഷണമെങ്കിലും കൊടുത്തോ? അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ ചേച്ചിക്ക് ഇതൊക്കെ ചോദിക്കാൻ തോന്നുന്നു? ഒരു മിനിമം യോഗ്യതയെങ്കിലും വേണ്ടേ? നീ എന്തായാലും മിണ്ടാതെ. നിനക്കും അഭിപ്രായം പറയാം. അഭിപ്രായം ഇരുമ്പോലൊക്കെയൊന്നല്ലോ. ഞാൻ നേരാമണ്ണം ഭക്ഷണങ്ങളും തരുന്നില്ലേ? എന്നെയും എന്റെ ഭാര്യയും എന്റെ മകളെയും കൊന്ന് ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ പ്ലാൻ ചെയ്തവരാണ് നിങ്ങളെന്ന് കൂടി ഓർക്കണം. പിന്നെ കൂലിയുടെ കാര്യം ചേച്ചി പറഞ്ഞല്ലോ. ഞാൻ നിങ്ങൾക്ക് കൂലി തരുന്നുണ്ട്. ചേച്ചിക്ക് മാസം ഒരു 20,000 രൂപ, ഇവൾക്ക് 15,000. നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വരുത്തി വെച്ച നാശനഷ്ടങ്ങളുടെ ഒരു ഏകദേശ കണക്ക് അന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. എല്ലാം കൂടി ഒരു 4.5 കോടി രൂപയോളം വരും. അത് ഞാൻ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് വരവ് വെച്ചുകൊണ്ടിരിക്കുക. എന്റെ നഷ്ടം നികന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് പൈസ തന്നു തുടങ്ങും. എന്താ? 4.5 കോടി രൂപയുടെ കടം തീരണമെങ്കിൽ എത്ര വർഷം എടുക്കും? പലിശയും കൂടി കണക്ക് കൂട്ടിയാ അതൊരിക്കലും തീരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പലിശ എനിക്ക് വേണ്ട. സ്റ്റാർട്ടിംഗ് ശമ്പളം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൂട്ടി തന്നോളാം. ഒരു മാസം ഞാൻ നോക്കും ജോലി എങ്ങനെയുണ്ടെന്ന്. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു കണ്ട ഞാൻ ശമ്പളം ഇരട്ടിയാക്കും. അതായത് ചേച്ചിക്ക് 40,000 രൂപ, വിജിതയ്ക്ക് 30,000. ആര് തരും ഇത്രയും ശമ്പളം? നീ ഞങ്ങളെ കളിയാക്കുവാണോ? ഈ മനസ്സ് മാറാതെ ചേച്ചിയും രക്ഷപ്പെടില്ല, ചേച്ചിയുടെ മക്കളും രക്ഷപ്പെടില്ല. ജോലി ചെയ്ത് കടം തീർക്കാനല്ല ഞാൻ നിങ്ങൾക്ക് ശമ്പളം നിശ്ചയിച്ചത്. മനോധർമ്മം കൊണ്ട് കടം തീർക്കാനാ. അത് മനസ്സിലാവണമെങ്കിൽ തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന ചെകുത്താൻ ഇറങ്ങിപ്പോണം. ആശ്രയിച്ച് വരുന്നവരെ ആട്ടിപ്പായിക്കുന്നവനല്ല നരേന്ദ്രൻ. അകത്തോട്ട് ചെന്നാട്ട് രണ്ടുപേരും അടുക്കളയിൽ വല്ലതൊരു പെണ്ണെങ്കില് എടുത്ത് തിന്നിട്ട്
പഴയ പണി തന്നെ തുടങ്ങിക്കോ. പഴയ പണി എന്ന് വെച്ചാൽ എന്ത് പണിയാ? എനിക്കിട്ട് പാരോപ്പാ. ആണോന്ന് പറ. അല്ല. എന്നെ സ്വത്ത് കൊള്ളടിക്കലാണോ? അല്ല. പിന്നെ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കലാണോ? നിങ്ങളുടെ കടം തീർക്കലാണ് നിങ്ങളുടെ ജോലിന്ന് മനസ്സിലായോ? ചെല